Welcome to plus 2 mathematics classes. Chapter 6 Application of Derivatives. Exercise 6.3 ലെ 12th question ആണ് ഇനി ചെയ്യാനുള്ളത്. Tangents and normals ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Find the equations of all lines having slope 0 which are tangents to the curve y is equal to 1 by x square minus 2x plus 3. അപ്പം നമുക്ക് റഫായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഒരു കർവാണിത് y is equal to 1 by x square minus 2x plus 3. ഈ ഷേപ്പ് ഒന്നും ആയിരിക്കത്തില്ല, നല്ല റഫായിട്ട് നമ്മൾ വരച്ച് നോക്കുകയാണ് y എന്ന് പറയുന്ന ഒരു കർവ്. അതിൻ്റെ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് 0 വിച്ച് ആർ ടാൻജന്റ് ടു ദ കർവ്. അപ്പൊ ഇതിന് ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടാൻജന്റ് ആയിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ കാണണം. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് പറയുന്നുണ്ട്? സ്ലോപ്പ് 0 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ലോപ്പ് 0, സ്ലോപ്പ് വേറൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ കർവിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ കർവിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, അത് 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമുക്ക് എക്സിനൊരു പോയിന്റ് കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ എഴുതാം. അങ്ങനെ ഈ കർവിലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏത് പോയിന്റിലാണോ ഈ ടാൻജന്റ് വരച്ചിരിക്കുന്നത് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ വീണ്ടും ഓർക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് 0 വിച്ച് ആർ ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ് പഠിച്ചിരിക്കുന്നത്? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടുന്നത് x1 ഉം y1 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എമ്മിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. നല്ല ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന്റെ സ്ലോപ്പ് 0 ആണ്. ആ കർവ് വെച്ചുകൊണ്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് dy by dx എന്ന് പറയുന്നത് dy by dx is equal to ഇത് 1 by x. അപ്പൊ ഈ ഫംഗ്ഷനെ മൊത്തം നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 by x സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 1 by x സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഇനി എന്താ വേണ്ടത്? അതിന്റെ ഡെറിവേറ്റീവ്, x ആയിട്ട് കൺസിഡർ ചെയ്ത ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് d ഓഫ് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. ഒരു സ്റ്റെപ്പും കൂടെ എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുക. d മൈനസ് ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഓരോ ടേം ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. 2x മൈനസ് 2 പ്ലസ് 0 ആണ്, അത് എഴുതുന്നില്ല, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് dy by dx. ഇതാണ് നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പൊ സ്ലോപ്പ് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം സ്ലോപ്പ് 0 ആകുമ്പോൾ സ്ലോപ്പ് is equal to 0 implies ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. മൈനസ് 2x മൈനസ് 2 by x സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ is equal to 0. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ 0 ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ മാത്രമാണ് 0. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല അല്ലെ. ഡിനോമിനേറ്റർ 0 ആയാൽ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ വിച്ച് ഇംപ്ലൈസ് ആ ന്യൂമറേറ്റർ, അപ്പൊ മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ എഴുതാതെ നമുക്ക് ചെയ്യാം. 2x മൈനസ് 2, മൈനസ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല, ഇസ് ഈക്വൽ ടു 0. 2x മൈനസ് 2 ആയിരിക്കും 0, വിച്ച് ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 2x ഇസ് ഈക്വൽ ടു 2, വിച്ച് ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു 1. അപ്പൊ x 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ ഗ്രാഫ് വരച്ചതിനകത്തെ ആ ഏത് പോയിന്റിൽ കൂടിയാണോ ടാൻജന്റ് വരച്ചത് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് y 1 എന്ന് കിട്ടിയത്. ഇനി y കോർഡിനേറ്റ് വേണം. y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കർവ് തന്നെ കിടക്കുക അല്ലെ. ഈ ഒരു പോയിന്റ് കർവിൽ കൂടെ പാസ് ചെയ്യുന്നില്ലേ. അപ്പം ആ കർവിന്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് എക്സിന് വാല്യൂ കൊടുത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ y ഇസ് ഈക്വൽ ടു എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? വൈയുടെ കർവിന്റെ ഇക്വേഷൻ എന്താണ്? y ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ആണ്. അപ്പൊ x 1 ആണെങ്കിൽ x is equal to 1 ആണെങ്കിൽ which implies y is equal to 1 by 1 square minus 2 into 1, that is 2 plus 3. അപ്പോൾ എത്രയാണ് വന്നത്? 1 by 2 ആണ് വന്നത്. y is equal to 1 by 2. അപ്പോൾ the point on the curve അല്ലെങ്കിൽ the point on the tangent, നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. the point on the ടാൻജന്റ്, ടാൻജന്റിലെ അതേ പോയിന്റ് ആണ് കർവിലും, അത് ആ കർവിലെ അതേ പോയിന്റിൽ കൂടിയാണ് നമ്മൾ ടാൻജന്റ് വരച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഈ നമുക്ക് എയിം എപ്പോഴും ഓർത്ത് വെക്കാൻ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്ലോപ്പ് ഉണ്ട്, സ്ലോപ്പ് 0 ആണ്, ഒരു പോയിന്റും ഉണ്ട്.
ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഒരു പോയിന്റും അതിൻ്റെ സ്ലോപ്പും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞ് പഠിച്ചു. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പം പോയിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഏതാണ് പോയിന്റ്? 1/2. അപ്പം y മൈനസ് y1 എന്ന് പറയുന്നത് 1/2. 1/2 is equal to m എത്രയാണ്? 0 ആണ്. സ്ലോപ്പ് 0 ആണെന്ന് പറയുന്നുണ്ട്. x മൈനസ് 1, x1 is 1. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് 0 ആയിപ്പോയി അല്ലേ? 0 ഇൻറ്റു ചെയ്തപ്പോൾ 0 ആയിപ്പോയി. ദാറ്റ് is equal to y minus 1/2 is equal to 0, which implies 2y minus 1 is equal to 0. അപ്പം ഇതൊന്ന് 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഹാസ് ദ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് 0 ആയത്. സ്ലോപ്പ് 0 ആകുമ്പോഴേ നമുക്കറിയാം പാരലൽ ടു വാട്ട്? പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ y is equal to 1/2 എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നതൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ പിക്ചർ അല്ലേ? ഈ ടാൻജന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും ആദ്യമേ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ റഫായിട്ട് വരച്ച് നോക്കിയതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം y is equal to 1/2 എന്നുള്ള ഇക്വേഷനാണ് ആ ടാൻജന്റിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ 2y minus 1 is equal to 0. അപ്പം ആദ്യമേ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 0 ആണെന്ന് പറയുമ്പോഴേ അറിയണമായിരുന്നു എക്സ് ആക്സിന് പാരലൽ ആയിരിക്കുമെന്ന്. പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ, ആൾജിബ്രായിക് ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് ഇതേ ഒരു രീതിയിൽ റഫായിട്ട് പടം വരച്ച് നോക്കുക. നമുക്ക് എന്താണ് ചോദിക്കുന്നത്? നമുക്ക് എന്തൊക്കെ ഡേറ്റ ആവശ്യമുണ്ട് അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ഇക്വേഷൻ എഴുതിയാൽ മതി. 13th question ആണ്. Find the points on the curve x square by 9 plus y square by 16 is equal to 1 at which the tangents are parallel to x axis and parallel to y axis. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് കിടക്കുന്നത്. ടാൻജൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ആദ്യം ചെയ്ത് നോക്കാം. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ടാൻജന്റ് വരുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് is equal to 0 ആയിരിക്കും. മറ്റേ തൊട്ട് മുന്നേ ചെയ്ത കണക്ക് അല്ലേ? കർവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഇസ് ഈക്വൽ ടു 1. ഇതിനെ ഡെറിവേറ്റീവ് എടുത്താൽ അതിൽ dy/dx ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് അത് 0 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x/9 ഫസ്റ്റ് ടേം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ടേം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/16 ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് y സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 2y dy/dx is equal to 0, which implies 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം, 8 വെച്ചിട്ട്. ദാറ്റ് ഈസ് y/8 dy/dx is equal to minus 2x/9. ഓക്കെ, ഇനി അതൊന്ന് dy/dx മാത്രം എടുക്കാം നമുക്ക്. dy/dx is equal to minus 2x into 8/9y. ഇതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ minus 16/9 x/y എന്ന് കിട്ടും. dy/dx is this one. അപ്പോൾ സ്ലോപ്പ് 0 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ dy/dx 0 ആണ്. അപ്പോൾ സ്ലോപ്പ് 0 implies ഈ കിട്ടിയ -16/9 x/y എന്ന് പറയുന്നത് 0. ഇവിടെ ന്യൂമറേറ്റർ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് x is equal to 0. x 0 ആണെങ്കിൽ ഫ്രം ദ ഇക്വേഷൻ x square by 9 plus y square by 16 is equal to 0 ൽ നമുക്ക് x ന് 0 കൊടുക്കുകയാണെങ്കിൽ y square 0 അല്ലല്ലോ, y square is equal to 1 ആണ്. y square by 16 is equal to 1 എന്ന് കിട്ടും, which implies y square is equal to 16, y is equal to plus or minus 4. അപ്പോൾ x ന് 0 കൊടുത്തപ്പോൾ നമുക്ക് yക്ക് 2 വാല്യൂസ് വന്നു. അപ്പോൾ 2 പോയിന്റ്സ് അവിടെ ഉണ്ട്. ഏതൊക്കെയാണ് ആ പോയിന്റ്സ്? 0, 4 ആൻഡ് 0, -4. ഈ 2 പോയിന്റ്സും എവിടുത്തെ പോയിന്റ്സ് ആണ്? ആർ ദ പോയിന്റ്സ് at which the tangents are drawn അല്ലേ? points on the ടാൻജൻസിലെ അല്ലെങ്കിൽ കർവിലെ പോയിന്റുകളാണ് ഇത് രണ്ടെണ്ണം. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് പാരലൽ ടു എക്സ് ആക്സിസ് ആകുമ്പോഴുള്ള പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. എക്സ് ആക്സിസ് ആകുമ്പോഴുള്ള, അതായത് സ്ലോപ്പ് 0 ആകുമ്പോഴുള്ള പോയിന്റ്സ് ആണ് 0, 4 ആൻഡ് 0, -4.
ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പാരലൽ ടു വൈ ആക്സിസ് ആണ്. പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. അതായത് നമ്മളൊരു ആക്സിസ് വരച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. എലിപ്സിനകത്ത് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു, ദാറ്റ് ഇസ് പാരലൽ ടു വൈ ആക്സിസ്. അപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ടാൻ 90 അല്ലെ. ഇവിടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ആംഗിൾ എക്സ് ആക്സിസിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ ആംഗിളിന്റെ തീറ്റ ആണെങ്കിൽ ആ ടാൻ തീറ്റ ആയിരിക്കും അതിന്റെ സ്ലോപ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ടാൻ 90 അത് ഇൻഡെഫിനിറ്റ് ഫോം ആണ്. അതിന്റെ ഡിനോമിനേറ്റർ ആണ് 0. നമുക്ക് ഇവിടെ അറിയാം dy/dx എത്രയാണെന്ന് കണ്ടുപിടിച്ചു. dy/dx is equal to -16x/9y ആണെന്ന് കണ്ടുപിടിച്ചു. ഇത് പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിരിക്കും, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിനോമിനേറ്റർ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. which implies parallel to y axis implies dy/dx അല്ലെങ്കിൽ സ്ലോപ്പ് is infinite, which implies 9y is equal to 0, which implies y is equal to 0. y 0 ആണെങ്കിൽ കർവിൽ കൊടുക്കുമ്പോൾ x²/9 plus 0 is equal to 1, that is x² is equal to 9, x is equal to +or-3. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പോയിന്റ് കിട്ടി? x-ന് 3 കിട്ടിയപ്പോൾ y-ക്ക് 0, x-ന് -3 കൊടുത്താലും y-ക്ക് 0. 3, 0 and -3, 0 are the points at which the tangents are parallel to the y-axis. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഈ പോയിന്റ്സ് കണ്ടുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ പോയിന്റ്സ് വരുന്നത്, ആ ഒരു എലിപ്സ് വരുന്നത്. കാര്യം ഇവിടെ -3, 0 എന്ന പോയിന്റ്, ഇവിടെ 3, 0 എന്ന പോയിന്റ്, അതുപോലെ 0, -4 എന്ന പോയിന്റ്, ഇവിടെ 0, 4 എന്ന പോയിന്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ടാൻജന്റ് വരയ്ക്കുമ്പോൾ പാരലൽ ടു വൈ ആക്സിസും ഇവിടെ വരയ്ക്കുമ്പോൾ പാരലൽ ടു എക്സ് ആക്സിസും കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേ അത് അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. എക്സസൈസ് 6.3 14ാമത്തെ ക്വസ്റ്റ്യൻ. 14 തന്നെ ഒരു 5 ക്വസ്റ്റ്യനോളം കിടപ്പുണ്ട്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ ഗിവൺ കർവ്സ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. ഈ തന്നിരിക്കുന്ന പോയിന്റ്സിലുള്ള ടാൻജന്റിന്റെയും നോർമലിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് ഈ ടാൻജന്റ് നോർമൽസ് തുടങ്ങിയ ഫസ്റ്റ് പോർഷനിലെ കണ്ടതാണ്. ടാൻജന്റിന്റെ ഇക്വേഷൻ y-y1 is equal to m into x minus x1. ഇതാണ് ടാൻജന്റിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചത്. അതുപോലെ y-y1 is equal to -1/m into x minus x1 ആണ് നോർമലിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചത് അല്ലെ. ഇനി ഈ m എന്താണ്? m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ് അല്ലെ. dy/dx അറ്റ് ദ പോയിന്റ് 0, 5 ആവുമ്പോൾ എക്സിനും വൈക്കും 0ഉം 5ഉം വാല്യൂവും കൊടുക്കണം. നമ്മുടെ y ഇതാണ്. y is equal to x⁴ minus 6x³ plus 13x² minus 10x plus 5. dy/dx is equal to, നമുക്ക് ഒരു ഡെറിവേറ്റീവ് എടുക്കാം. x⁴ 4x³ minus 18x² അല്ലെ, 6 into 3 x² plus 13 into 2 26x minus 10 plus 0. അപ്പൊ ഇതാണ് dy/dx ഡെറിവേറ്റീവ്. അത് തന്നെ നമുക്കൊരു പോയിന്റ് കൊടുക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് ആണ്, ആ പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയാം. പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ 0, 5 ആണ്. 0, 5 കൊടുത്തു നോക്കാം. അറ്റ് 0, 5 എന്ന പോയിന്റിൽ dy/dx is equal to 4 into 0³ അല്ലെ. എക്സിന് പകരം എന്താ കൊടുക്കുക? എക്സിന് 0 ആണ് കൊടുക്കേണ്ടത്. അതായത് വൈക്ക് കൊടുക്കാൻ വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് 0 എന്ന പോയിന്റ് കൊടുക്കാം. എക്സ് 0 ആണ്. 4 into 0³ minus 8 into 0² plus 26 into 0 minus 10. അപ്പൊ -10 ആണ് dy/dx അറ്റ് ദ പോയിന്റ് 0, 5 എന്ന് പറയുന്നത്. അപ്പം അത് ആ പോയിന്റിലെ 0, 5 എന്ന പോയിന്റിലെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y-y1 is equal to m into x minus x1.
അപ്പോൾ എമ്മിന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി -10 എന്നുള്ളതാണ്. അപ്പം ഈ y1 ഉം x1 എന്താണ്? y1 5ഉം അതായത് അറ്റ് ദ പോയിന്റ് 05 അല്ലേ. അപ്പം x1 y1 എന്ന പോയിന്റിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് എഴുതിയത്. x1 0യും y1 5ഉം ആണ്. അപ്പം ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, y - 5 = -10 into x - 0. ഓക്കെ, y - 5 = -10x. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 10x, ഈ 10x ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 10x plus y -5 = 0. This is the equation at the point, equation of the tangent at the point 0, 5. ഇനി equation of the normal ആണ്. നോർമൽ എന്ന് നമുക്ക് എഴുതാം, equation of normal. equation of normal എന്ന് പറയുന്നത് ഇക്വേഷൻ വരുന്നത് y - y1 = -1/m into x - x1 എന്നാണ്. അപ്പോൾ y - y1 0,5 എന്ന പോയിന്റ്, അതായത് 5 = -1 എമ്മിന്റെ വാല്യൂ -10 into x - 0. That is y - 5 = 1/10 into x. നമുക്ക് 10 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 10y - 50 = x. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ x - 10y plus 50 = 0. This is the equation of the normal to the curve at the point 0, 5. 14ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതേ ഫംഗ്ഷൻ തന്നെയാണ്, എന്നിട്ട് പോയിന്റ് മാത്രം മാറ്റും. 1, 3 എന്ന പോയിന്റിലാണ്. അപ്പം നമുക്കിവിടെ dy/dx കാണുമ്പോഴും ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് നോർമൽ ഒക്കെ കാണുമ്പോഴും ആ y1 x1 പകരം എന്ത് കൊടുക്കണം? x1 പകരം 1, y1 പകരം 3. dy/dx കാണുമ്പോഴും x പകരം 1 എന്ന വാല്യൂ വേണം കൊടുക്കാൻ. അങ്ങനെ നമുക്ക് ഇതേ സെയിം കർവിലെ തന്നെ ഡിഫറെന്റ് പോയിന്റിലെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റും നോർമൽസും കാണാം. അതുപോലെ തന്നെയാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യുന്നത്. dy/dx കാണുക, ഇക്വേഷൻ കൊടുക്കുക, y1നും x1നും വാല്യൂസ് എഴുതുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് പാരാമെട്രിക് ഫോമിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. x = cos t, y = sin t. നമുക്ക് എപ്പോഴും നമുക്കറിയാം dy/dx ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ dx/dt കണ്ടുപിടിക്കാം ആദ്യം. dx/dt ആദ്യം കണ്ടുപിടിക്കാം, അതുപോലെ dy/dtയും കണ്ടുപിടിക്കാം. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് dy/dx കാണണം. അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലെ? is equal to slope. at t = π/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും dx/dt നോക്കാം. cos t യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -sin t, sin t യുടെ ഡെറിവേറ്റീവ് cos t. dy/dx എന്ന് പറയുന്നത് dy/dt the whole divided by dx/dt ആയിരിക്കും. അപ്പം cos t by -sin t which is equal to -cot t വരും. അപ്പം നമുക്ക് ആ പോയിന്റിലെ t = π/4 എന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് -cot π/4 ആണ്. അപ്പൊ cot 45ന്റെ വാല്യൂ 1 എന്നറിയാം. m = -1 കിട്ടും. ഇനി ഇതാ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എഴുതാം. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് is equal to ഇക്വേഷൻ ഓഫ് ടാൻജന്റ് y - y1 = m into x - x1. നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടി. ഇനി y1 ഉം x1 ഉം എന്താണ്? y1 ഉം x1 ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ ഒരു t = π/4 എന്നേ തന്നിട്ടുള്ളൂ. അപ്പൊ t = π/4 വരുമ്പം ഇത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? cos π/4 ആയിരിക്കും. വൈയുടെ വാല്യൂ sin π/4 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ എഴുതാം? at t = π/4 at t = π/4 എക്സിന്റെ വാല്യൂ എന്താണ്? cos t ആണ് ക്വസ്റ്റ്യനിൽ. cos π/4 cos π/4 which is equal to 1/√2. അതുപോലെ y = sin t ആണ്, that is sin π/4 is equal to 1/√2. അപ്പൊ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എഴുതാം. y - y1 is 1/√2 is equal to m into -1 into x - x1 x - 1/√2. അപ്പൊ √2 വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഗുണിച്ചെടുക്കാം. അപ്പൊ √2y -1 is equal to -√2x minus plus 1.
റൂട്ട് അപ്പുറം ഇപ്പുറം ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ അപ്പം റൂട്ട് വെച്ച് മൊത്തത്തിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതിനെ എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ √2x പ്ലസ് √2y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. നമുക്ക് റൂട്ട് വെച്ച് വീണ്ടും ഒന്ന് ഗുണിച്ച് നോക്കാം. 2x പ്ലസ് 2y മൈനസ് 2√2 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതുകയോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇതിനകത്തുനിന്ന് ഒരു √2 ക്യാൻസൽ ചെയ്ത് എഴുതുകയോ ചെയ്യാം. x പ്ലസ് വൈ മൈനസ് √2 ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെയോ കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ചെയ്തുള്ളൂ. ഇനി ഇക്വേഷൻ ഓഫ് ദ നോർമൽ. ഇക്വേഷൻ ഓഫ് ദ നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ നോർമൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് y മൈനസ് y1 ഇസ് ഈക്വൽ ടു മൈനസ് 1/m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. x1ന്റെ y1ന്റെ വാല്യൂ ഇപ്പം കിട്ടി. ദാറ്റ് ഈസ് y മൈനസ് 1/√2 അറ്റ് t പോയിന്റ് അറ്റ് t ഈക്വൽ ടു 5/4. 5/4 എന്നുള്ള വാല്യൂവിൽ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. y മൈനസ് 1/√2 ഇസ് ഈക്വൽ ടു മൈനസ് 1/-1 ഇൻറ്റു എക്സ് മൈനസ് 1/√2. അപ്പൊ എന്താ വന്നത്? y മൈനസ് 1/√2 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/√2. നമുക്ക് എക്സും വൈ കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. എക്സ് മൈനസ് വൈ ഇതും എപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് 2 0 ആയിപ്പോ അല്ലെ. 1/2 1/2 ക്യാൻസൽ ആയിപ്പോ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദി നോർമൽ ടു ദ കർവ്. 15th question. Find the equation of the tangent to the curve y is equal to x square minus 2x plus 7 which is parallel to the line 2x minus y plus 9 is equal to 0. Perpendicular to the line 5y minus 15x minus is equal to 3. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ്. ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോമാറ്റ് നമ്മൾ നോക്കിയതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. y മൈനസ് y1 is equal to m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ അതിനകത്തുള്ള സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് വെച്ചുകൊണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാം ആദ്യം അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പ് പാരലൽ ടു ദ ലൈൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ പാരലൽ ടു ദ ലൈൻ ആകുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും ഈ വൈയുടെ സ്ലോപ്പും. അതുപോലെ രണ്ടാമത്തെ കേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ആണ്. അപ്പൊ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് ഇൻറ്റു ആ dy/dx എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു എക്സിന്റെ വാല്യൂ എഴുതാം. എക്സ് വെച്ചുകൊണ്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സ്ലോപ്പും നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അതായത് x1 y1 എന്ന പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റും ഇക്വേഷൻ ഓഫ് ദ നോർമലും നമുക്ക് ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. എന്നാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. കർവ് ഇതാണ്. y is equal to x square minus 2x plus 7. dy/dx ആണല്ലോ സ്ലോപ്പ് എന്ന് പറയുന്നത്. dy/dx സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് dy/dx ആണ്. dy/dx is equal to 2x minus 2. ഇതാണ് സ്ലോപ്പ്. ഇതും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് പാരലൽ ആണെന്നുള്ളതാണ്. പാരലൽ ടു ദ ലൈൻ. അപ്പൊ ഈ 2x plus minus y plus 9 is equal to 0. 2x minus y plus 9 is equal to 0 എന്ന ലൈനിന്റെ സ്ലോപ്പും ഈ 2x minus 2ഉം ഈക്വൽ ആയിരിക്കും അല്ലെ. പാരലൽ അല്ലേ. പാരലൽ ആവുമ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ 2x minus y plus 9ന്റെ സ്ലോപ്പ് എങ്ങനെ എഴുതുന്നത്? ax plus by plus c equal to 0 എന്ന ഒരു ജനറൽ ഇക്വേഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b ആണ്. അതായത് മൈനസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ വൈയുടെ കോഎഫിഷ്യന്റ്. -2/-1 is equal to 2 ആണ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ 2ഉം ഈ 2x minus 2ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എന്നിട്ട് എഴുതാം 2 is equal to 2x minus 2 since y is ആ കർവ് എന്ന് പറയുന്നത് ടാൻജന്റ് ഓഫ് y. ആ കർവിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ലൈൻ അല്ലെ. ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന 2x minus y plus 9 is equal to 0 എന്ന ഇക്വേഷന്റെ എന്ന ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ രണ്ട് സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് 2 is equal to 2 into x minus 1. 2 ക്യാൻസൽ ചെയ്ത് പോയി. x minus 1 is equal to 1. that is x is equal to 2 എന്ന് കിട്ടി. അപ്പൊ x 2 കിട്ടിയെങ്കിൽ y എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് അല്ലെ. കർവിന്റെ ഇക്വേഷൻ ഉണ്ട്. കർവിന്റെ ഇക്വേഷൻ എന്താണ്? x square
മൈനസ് 2x പ്ലസ് 7. അതിൽ എന്ത് കൊടുക്കുക? എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ y is equal to 4 minus 2 into 2 4 plus 7 which is equal to 7. അപ്പോൾ എന്താണ് പോയിന്റ്? 27 എന്നാണ് പോയിന്റ്. അതായത് x1 y1 ആണ് 27. ഇനി സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് is equal to m is equal to 2 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് is equal to ആ ഒരു ഫോമാറ്റ് എങ്ങനെയാണ്? y minus y1 is equal to m into x minus x1. അപ്പോൾ y minus y1 എന്ന് പറയുന്നത് എന്താണ്? 7 is equal to 2 into x minus x1 that is x minus 2. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് കിട്ടി. ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നോക്കാം. y minus 7 is equal to 2x minus 4 2x minus y ഇപ്പം എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. പ്ലസ് 3 is equal to 0. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 5y മൈനസ് 15x is equal to 13 ആണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് is equal to അവിടെ മൈനസ് a ബൈ ബി ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. മൈനസ് a ബൈ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ വൈയുടെ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ജനറൽ ഫോർമുല ഉള്ള ഒരു ഇക്വേഷന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈനസ് 3 വരും അല്ലേ? അല്ല, മൈനസ് അല്ല, പ്ലസ് 3 വരും. ദാറ്റ് ഈസ് 15/5 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പൊ 3 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്കതിനെ ഇത് പെർപെൻഡിക്കുലർ ടു ലൈനിന്റെ സ്ലോപ്പാണ്. അപ്പൊ ഈ രണ്ട് സ്ലോപ്പുകളുടെ പ്രത്യേകത എന്താ? ഈ സ്ലോപ്പും അതായത് 3യും മറ്റേ സ്ലോപ്പ് അതായത് ആ കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് അത് നമ്മൾ dy/dx എന്നും പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ. 2x minus 2 dy/dx. ഈ രണ്ട് സ്ലോപ്പുകളും കൂടി എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? -1 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സെൻസ് 5y minus 15x is equal to 3 is perpendicular to the tangent to the curve. നമുക്ക് തന്നിരിക്കുന്ന കർവ് y. നമുക്ക് റീസൺ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. സിൻസ് 5y minus 15x is equal to 13 is perpendicular to the tangent to the curve y. ടാൻജന്റ് ആയതുകൊണ്ടാണല്ലോ രണ്ട് സ്ലോപ്പുകളും കൂടി എടുത്തപ്പോൾ പ്രോഡക്റ്റ് -1 വന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 6x minus 6 is equal to -1. 6x is equal to 5. x is equal to 5/6. നമുക്ക് ഈ എക്സ് ഉപയോഗിച്ചുകൊണ്ട് y വാല്യൂ കാണാം. വൈയുടെ അതായത് ആ കർവിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? x² minus 2x plus 7 ആണ്. അപ്പൊ അതിനകത്ത് എക്സിന്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വൈയുടെ വാല്യൂ കിട്ടുന്നത് ഒരു ഫ്രാക്ഷൻ ആണ് 217/36. ഇത് ചെയ്ത് നോക്കുക. അപ്പൊ വൈയുടെ വാല്യൂ ഇത് കിട്ടി. അപ്പൊ ആ പോയിന്റ് എന്ന് പറയുന്നത് xy ആണ് പോയിന്റ്. ദാറ്റ് ഈസ് 5/x 217 divided by 36. ഇതാണ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് മീൻസ് y minus y1 is equal to m into x minus x1. അപ്പോ ഈ y minus y1ഉം x1ഉം നമുക്ക് കിട്ടി. ഇനി സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് നമുക്ക് ആ ഒരു കർവിന്റെ സ്ലോപ്പാണ് എന്ത് വന്നത്? 2x minus 2 വന്നത്. അപ്പം എക്സ് അത് 3 അതേ ഇൻറ്റു 3 is equal to -1. അതിനകത്താണ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. അപ്പോൾ എക്സിന്റെ വാല്യൂ അങ്ങോട്ട് കൊടുത്താൽ മതി 5/6. 2 into 5/6 minus 2 which is equal to 5/3 minus 2. 5/3 minus 2 എന്ന് പറയുമ്പോൾ എത്ര വരും? which is equal to -1/3 വരും. അപ്പോൾ -1/3 ആണ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം മറ്റേതിന്റെ സ്ലോപ്പ് 3 ആയിരുന്നു. അപ്പം -1/3 ആയിരിക്കും നമുക്ക് ഈ ടാൻജന്റിന്റെ വാല്യൂ ടാൻജന്റിന്റെ സ്ലോപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദാറ്റ് ഈസ് y minus y1 എന്ന് പറഞ്ഞാൽ 217/36. എമ്മിന്റെ വാല്യൂ -1/3. x minus x1 എന്ന് പറയുന്നത് 5/6. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഒറ്റ കണ്ടീഷനായിട്ട് നമുക്ക് ആ വാല്യൂ അതായത്
ഈ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കൊരു ഒറ്റ കണ്ടീഷനായിട്ട് കിട്ടും. ഒറ്റ ഫ്രാക്ഷൻ ഒന്ന് ഡിനോമിനേറ്റർ ഒഴിവാക്കി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 12x plus 36y minus 227 is equal to 0. This is the answer. 16th question നോക്കാം. Show that the tangent to the curve y is equal to 7x cube plus 11 at the points where x is equal to 2 and x is equal to minus 2 are parallel. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. വരയ്ക്കുമ്പോൾ x ആക്സിസ് y ആക്സിസ് വരയ്ക്കുന്നു. ഒരു കർവിനകത്ത് ചോദിച്ചിരിക്കുന്നത് കർവിന്റെ ഇക്വേഷൻ ആണ്. 7x ക്യൂബ് പ്ലസ് 11 ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല. ഏത് രീതിയിൽ നമ്മൾ റഫായിട്ടൊരു കർവ് വരച്ചെന്നേ ഉള്ളൂ. 7x ക്യൂബ് പ്ലസ് 11 എന്ന ഒരു കർവിനകത്ത് at the points where x is equal to 2 and x is equal to minus 2. അപ്പോൾ x is equal to minus 2 ഇവിടെയും x is equal to 2 എന്ന പോയിന്റും ഇവിടെയും ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു പോയിന്റുകളിൽ വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പോയിന്റ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഈ രണ്ട് പോയിന്റ്സ് ഈ ടാൻജന്റ് ഇപ്പൊ രണ്ട് പോയിന്റ്സ് നമ്മൾ ടാൻജന്റ് വരച്ചു. ഈ രണ്ട് ടാൻജന്റും പാരലൽ ആണെന്ന് ഷോ ചെയ്യുക എന്നാണ് മീനിങ്. കണ്ടിട്ട് പാരലൽ അല്ല, പക്ഷേ പാരലൽ ആകണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടിട്ട് പാരലൽ ആവാത്തത് നമ്മൾ കർവ് ഇങ്ങനെ വരച്ചുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇത് പാരലൽ ആണെങ്കിൽ, ഈ രണ്ട് വരച്ചിരിക്കുന്ന ടാൻജന്റ് പാരലൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആവണം അല്ലെ. സ്ലോപ്സ് ആർ ഈക്വൽ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു dy by dx. dy by dx എന്ന് പറയുന്നത് y is equal to 7x cube plus 11. അതിനെ ഒന്ന് dy by dx എടുക്കുമ്പോൾ 7 into 3 21 x square അല്ലെ, പ്ലസ് 11 0 ആണ്. 21 x square ആണ് നമുക്ക് dy by dx കിട്ടുന്നത്. അപ്പം അറ്റ് x is equal to 2 21 x square എത്രയായിരിക്കും? 21 into 4 that is 84 അല്ലെ. അറ്റ് x is equal to minus 2 എന്തായിരിക്കും സ്ലോപ്പ് വരുന്നത്? സ്ലോപ്പ് എഴുതാം. അറ്റ് x is equal to minus 2 m സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy by dx. dy by dx എന്ന് പറഞ്ഞാൽ 21 into minus 2 square. minus 2 square 4 തന്നെയാണ് അല്ലേ. 21 into 4 തന്നെയാണ്, that is 84 ആണ്. അപ്പൊ രണ്ട് കേസിലും സ്ലോപ്പ് ഈക്വൽ ആണ്. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ മീനിങ് എന്താണ്? പാരലൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അറ്റ് x is equal to 2 slope is 84 and x is equal to minus 2 slope is 84. So since slopes are equal, ഈ പടം പരീക്ഷ പേപ്പറിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാര്യം നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചെന്നേ ഉള്ളൂ. അപ്പം വരച്ച് വന്നപ്പം ടാൻജന്റ് പാരലലും ഒന്നും അല്ല, അതുകൊണ്ട് എക്സാമിനേഷന് കാണിക്കേണ്ട. നമുക്ക് ചെയ്ത് ഓൾജിബ്രായിക് രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കാം. At x is equal to 2, m is equal to 84, at x is equal to minus 2, m is equal to 84. Since slopes are equal, അല്ലെ, രണ്ട് കേസിലും സ്ലോപ്സ് ഈക്വൽ ആണ്. ഈക്വൽ at x is equal to 2 and x is equal to minus 2. രണ്ട് പോയിന്റ്സിൽ. So at these points ഈ രണ്ട് പോയിന്റ്സിലും സ്ലോപ്പ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റിലും വരയ്ക്കുന്ന ടാൻജന്റ് പാരലൽ ആയിരിക്കും. At these points tangents are parallel. Okay, this is the answer. 17th question നോക്കാം. Find the points on the curve y is equal to x cube at which the slope of the tangent is equal to the y coordinate of the point. അപ്പം y is equal to x cube ആണ് കർവ്. Find the points, നമുക്ക് പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. At which the slope of the tangent, അതായത് dy by dx എന്ന് പറയുന്നത് is equal to the y coordinate of the point. y coordinate of the point ആയിരിക്കും. dy by dx y coordinate of the പോയിന്റിലാണ് ഈക്വൽ ആവുന്നത് എന്നാണ് മീനിങ്. y എന്ന് പറഞ്ഞാൽ എന്താ? x ക്യൂബ് ആണ്. അപ്പോൾ y dy by dx 3x square അല്ലെ. 3x square ആണ് dy by dx is equal to y. yക്ക് പകരം നമുക്ക് വീണ്ടും x ക്യൂബ് കൊടുക്കാം. കർവിലെ പോയിന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3x square is equal to x cube. That is 3x square minus x cube is equal to 0. അപ്പോൾ നമുക്ക് x സ്ക്വയറിനെ പുറത്തെടുക്കാം. That is 3 minus x is equal to 0. അപ്പോൾ രണ്ട് പോയിന്റ്സ് കിട്ടി. ഏതൊക്കെ പോയിന്റ്സ് ആണ്? ഒന്നുകിൽ x സ്ക്വയർ 0 ആവും, അല്ലെങ്കിൽ x is equal to 0 or 3 minus x is equal to 0. അപ്പോൾ x ന്റെ വാല്യൂ എന്താ? x ന്റെ വാല്യൂ 3.
അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് കോർഡിനേറ്റ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 0 വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ആൻഡ് 3 വൈ കോർഡിനേറ്റിനെയും കാണണം. അതാണ് നമുക്ക് കിട്ടിയ പോയിന്റ്സ്, നമ്മുടെ ആൻസർ. അപ്പോൾ ഈ വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് വൈ എന്താണ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വൈ, അപ്പോൾ വൈക്ക് പകരം എക്സ് ക്യൂബ് അല്ലേ, വൈക്ക് പകരം എക്സ് ക്യൂബ്. അപ്പം ഇവിടെ 0 0 ക്യൂബ്, 0 ക്യൂബ് എന്ന് പറഞ്ഞാൽ 0, 3 3 ക്യൂബ്, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. അപ്പം 0 0 and 3 27 are the points where dy by dx is equal to the y coordinate. 3x square is equal to x cube. അപ്പോൾ 3x square ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 3x സ്ക്വയറിനകത്ത് എക്സിന് പകരം ഈ 3 ഇട്ട് കൊടുത്താൽ നമുക്ക് y coordinate കിട്ടും. അതായത് dy by dx slope is equal to the y coordinate of the points.